പേരമരം ഇന്ന് മിക്കവാറും എല്ലാ വീടിൻ്റെയും സൈഡിൽ ഓരോന്ന് നിൽക്കുന്നത് കാണാൻ നമുക്ക് പറ്റും. സാധാരണ ഇതിൽ കായ്ക്കുന്ന പേരയ്ക്കകൾ കിളികൾ കൊത്തിപ്പോവുകയോ കേടായി പോവുകയോ ഒക്കെ ചെയ്യാറാണ് പതിവ്. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. പേരയ്ക്ക് പൊക്കോട്ടെ, പക്ഷേ പേര ഇല കളയരുത്. നല്ല ഒന്നാന്തര മരുന്നാണത്. പേരയിലയിട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന പേരയില ചായ, ഗുവാറ്റി, വയറിളക്കം മുതൽ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിദ്ധ ഔഷധമാണ്. ഈ പേരയില ചായ അഥവാ ഗുവാറ്റി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗുവാറ്റിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ഗുവാറ്റിയുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവാണ്. ഈ ചായ 8 ആഴ്ച തുടർച്ചയായി കുടിച്ചാൽ നമ്മുടെ എത്ര കൂടിയ കൊളസ്ട്രോളും ഇങ്ങ് താഴെ നോർമൽ ലെവലിലെത്തും. ഗുവാറ്റിയുടെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ നല്ലതാണ്. പ്രമേഹ രോഗമുള്ളവരിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ക്രമീകരിക്കാൻ ഗുവാറ്റിക്ക് വളരെ അസാധ്യമായ കഴിവുണ്ട്. പേരയിലയിലെ ചില ഘടകങ്ങൾ ശരീരത്തിലെ സൂക്രോസ്, മാൾട്ടോസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്നിവയുടെ മെറ്റബോളിസത്തെ സ്വാധീനിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ക്രമീകരിക്കുന്നു. ഇതുമാത്രമല്ല, പേരയിലയിട്ട് തിളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗുവാറ്റിക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവ് അപാരമാണ്. ഇത് കണ്ടിന്യൂസ് ആയി നമ്മൾ 3 മാസം കുടിക്കുകയാണെങ്കിൽ ഗുവാറ്റിയിലെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടയുകയും അതുവഴി നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും. നല്ല വയറിളക്കമുള്ളവർക്ക് ഒറ്റമൂലിയായും നമുക്ക് ഗുവാറ്റി ഉപയോഗിക്കാം. പേരയിലയിട്ട് 1 ഗ്ലാസ് ഗുവാറ്റി തയ്യാറാക്കി വയറിളക്കമുള്ള ആളിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം കുടിക്കുന്ന മാത്രയിൽ തന്നെ സ്വിച്ചിട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വയറിളക്കം സ്റ്റോപ്പാവും. പേരയില ചായയുടെ ഏറ്റവും മികച്ച ഗുണം എന്ന് പറയുന്നത് അതിലുള്ള ലൈക്കോപീൻസ് ആണ്. ഗുവാറ്റി സ്ഥിരമായി കുടിച്ചാൽ ഇതിലടങ്ങിയിട്ടുള്ള ലൈക്കോപീൻസ് നമ്മുടെ ശരീരത്തെ ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കും. ഇതൊന്നുമല്ലാതെ പേരയിലയിൽ ധാരാളം വൈറ്റമിൻ സിയും അയണും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ത്വക്കിന് സംരക്ഷണം നൽകുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗുവാറ്റി കൗമാരക്കാരിൽ മുഖക്കുരു വരുന്നത് തടയാനും വളരെ ഇഫക്റ്റീവാണ്. പേരയിലയിൽ അടങ്ങിയിട്ടുള്ള അയൺ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത്രയേറെ ഗുണങ്ങളുള്ള പേരയില ചായ അതായത് ഗുവാറ്റി എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിലേക്കായി നമുക്ക് വേണ്ടത് ഒരു ചായപാത്രം, 3 ഗ്ലാസ് വെള്ളം, 12 പേരയിലകൾ, ഇത്രയുമാണ്. ഇതിലേക്കായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് 3 ഗ്ലാസ് വെള്ളം ഒരു ചായപാത്രത്തിൽ ഒഴിച്ചു വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളത്തിലേക്ക് പേരയില ഇട്ട് പതിയെ നമ്മൾ ഇളക്കി കൊടുക്കണം. വെള്ളത്തിൽ പേരയില ഇട്ട ശേഷം 5 മിനിറ്റ് വീണ്ടും നമ്മൾ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേക്കും വെള്ളത്തിൻ്റെ നിറം മാറി ചുവപ്പായി മാറി വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളം നമുക്കൊരു കപ്പിലേക്ക് മാറ്റി അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇതിൽ മറ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതാണ് ഒറിജിനൽ ഗുവാറ്റി. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പഞ്ചസാര ചേർത്ത് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കട്ടൻ ചായ തയ്യാറാക്കുമ്പോൾ അതിലും ഒരു 2-3 പേരയിലിട്ട് തിളപ്പിച്ചാലും നമുക്ക് ഗുവാറ്റി കിട്ടും. ശരിക്കും ഇത് നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഹോം റെമഡിയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും താഴെ കാണുന്ന